കേരളത്തിൽ മാത്രമല്ല ലോകവ്യാപകമായി തന്നെയും ആഘോഷിക്കപ്പെട്ട വാർത്തയായിരുന്നു റഷ്യയിൽ ക്യാൻസറിന് വാക്സിൻ കണ്ടെത്തിയെന്നത്. വൻകുടലിലെ ക്യാൻസറിനെതിരെയുള്ള റഷ്യയുടെ എൻട്രോമിക്സ് എന്ന mRNA വാക്സിൻ പ്രീ ക്ലിനിക്കൽ ട്രയൽ വിജയം കണ്ടതായിട്ടാണ് വ്യാപകമായി ചർച്ച ചെയ്തത്. മലയാള മാധ്യമങ്ങളാകട്ടെ ഒരു പരിധി കൂടി കടന്ന് അടുത്ത 5 വർഷത്തിനുള്ളിൽ അർബുദത്തെ നമുക്ക് കുത്തിവെപ്പിലൂടെ പരിഹരിക്കാമെന്ന് വരെ എഴുതിവിട്ടു. വാക്സിൻ ഉപയോഗിച്ചവരിൽ ട്യൂമറിന് ചുരുക്കമുണ്ടായെന്നും പാർശ്വഫലങ്ങൾ കണ്ടെത്തിയില്ലെന്നും ഗവേഷകർ പറഞ്ഞു. COVID-19 വാക്സിന് സമാനമായ mRNA സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് എൻട്രോമിക്സ് തയ്യാറാക്കിയത്. ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയാനും ഉന്മൂലനം ചെയ്യാനും പ്രതിരോധ സംവിധാനത്തെ പരിശീലിപ്പിക്കുകയാണ് വാക്സിന്റെ ദൗത്യമെന്നായിരുന്നു അവകാശപ്പെട്ടത്. നാഷണൽ മെഡിക്കൽ റിസർച്ച് റേഡിയോളജിക്കൽ സെന്ററും എംഗൽഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോളിക്യുലർ ബയോളജിയും സംയുക്തമായി ചേർന്ന് നടത്തിയ ഗവേഷണത്തിനൊടുവിലാണ് എൻട്രോമിക്സ് വികസിപ്പിച്ചതെന്നായിരുന്നു അവകാശവാദം. എന്നാൽ വിഖ്യാത സയൻസ് ജേണലുകൾ മറ്റൊരു റിപ്പോർട്ടാണ് നൽകുന്നത്. ലോകം ആഘോഷിച്ച റഷ്യയുടെ ക്യാൻസർ വാക്സിൻ പെരുപ്പിച്ച കഥയാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഒന്നാമത്, ക്യാൻസറിന് പൂർണ്ണമായും പ്രതിരോധ വാക്സിൻ സാധ്യമല്ല എന്നാണ് ദ ലാൻസെറ്റ് അടക്കമുള്ള സയൻസ് ജേണലുകൾ പറയുന്നത്. ഏതാണ്ട് 280-ലധികം വീതം ക്യാൻസറുകൾ ഇപ്പോൾ മനുഷ്യനിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഓരോന്നിനും ഓരോ കാരണമാണ്. ഇതിൽ രോഗാണു വഴി ഉണ്ടാകുന്ന ഏതാനും ക്യാൻസറുകളെ മാത്രമേ വാക്സിൻ വഴി പ്രതിരോധിക്കാൻ കഴിയൂ. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അഥവാ HPV വാക്സിൻ എന്നത് അത്തരത്തിലൊന്നാണ്. ഇത് സെർവിക്കൽ ക്യാൻസറിനും തൊണ്ടയിലെ ചില ക്യാൻസറുകൾക്കും പ്രതിരോധമായി ഉപയോഗിക്കാറുണ്ട്. ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ കരളിലെ അർബുദത്തെ പ്രതിരോധിച്ചേക്കും. പക്ഷേ ഇതെല്ലാം രോഗം വരുന്നതിന് മുമ്പുള്ള പ്രതിരോധം എന്ന നിലയിലാണ്. സെർവിക്കൽ ക്യാൻസറിന് അടിപ്പെട്ട ഒരാൾക്ക് HPV വാക്സിൻ കുത്തിവെച്ചിട്ട് കാര്യമില്ല. അവിടെ ശസ്ത്രക്രിയ, കീമോതെറാപ്പി, റേഡിയേഷൻ, ഇമ്മ്യൂണോതെറാപ്പി എന്നിവയൊക്കെ ആവശ്യമായി വരും. മാത്രമല്ല, ഒരു വ്യക്തിയുടെ ക്യാൻസർ കോശത്തിലെ mRNA ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വാക്സിൻ അയാളുടെ ക്യാൻസർ ചികിത്സയ്ക്ക് മാത്രമേ ഉപകരിക്കൂ. ഏതാണ്ട് 120-ലധികം mRNA ക്യാൻസർ വാക്സിനുകൾ ഇന്ന് ക്ലിനിക്കൽ ട്രയലുകളിലുണ്ട്. അതിലൊന്ന് മാത്രമാണ് റഷ്യൻ വാക്സിൻ. ക്ലിനിക്കൽ ട്രയലുകളിൽ ഫേസ് 0, ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4 എന്നിവ കഴിയേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും ചെറിയ ഒരു ഗ്രൂപ്പിൽ മാത്രമാണ് പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. 39 പേരായിരുന്നു ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. ഇനിയും കിടക്കുന്നു എത്രയോ കടമ്പ. അതിന്റെ മുൻപാണ് പുട്ടിന്റെ തള്ളെന്നാണ് ശാസ്ത്ര പ്രചാരകർ ചൂണ്ടിക്കാട്ടുന്നത്.